സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ചുരൽമല ദുരന്ത സഹായത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം. ഫണ്ടിൽ എത്ര ബാക്കിയുണ്ടെന്ന് പോലും അറിയാത്ത സർക്കാർ ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കണക്കിൽ വ്യക്തത വരുത്താൻ സാവകാശം തേടിയ സർക്കാരിന് വ്യാഴാഴ്ച വരെ സമയം നൽകിയിട്ടുണ്ട്. കേരളം തുടർച്ചയായി കേന്ദ്ര അവഗണന നേരിടുന്നുവെന്നും സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസ് കമ്മീഷനുകൾ അനുവദിക്കുന്ന വിഹിതത്തിലായാലും കേന്ദ്ര ബജറ്റിലായാലും ധനമന്ത്രാലയത്തിന്റെ തീരുമാനങ്ങളിലായാലും ഒക്കെ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ഉണ്ടാവുകയാണ്. ഒരു വശത്ത് നമ്മുടെ നേട്ടങ്ങളുടെ പേരിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെടുന്നു. മറുവശത്ത് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് പ്രത്യേക സഹായം നിഷേധിക്കപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള മലയാള മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ ഡൽഹിയിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ശ്യാം ദേവരാജ വിവരങ്ങൾ നൽകും. ശ്യാം, ഇക്കാര്യത്തിൽ ഈ സഹായത്തിന്റെ കാര്യത്തിൽ ഇനിയൊരു ഉരുണ്ടുകളി പാടില്ല എന്നുകൂടി പറയുകയില്ലേ കോടതി? സംസ്ഥാനം കണക്കറ്റ് വിമർശനം കേട്ടോ ഇന്ന് കോടതിയിൽ നിന്ന്? വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് ഇന്നലെ പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ ബാക്കിയുള്ള തുകയിൽ വ്യക്തത വേണം, അത് ഏത് രീതിയിലാണ് ചെലവഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടും നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിച്ചത്. അക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകാൻ ശ്രമിച്ചത്. പക്ഷേ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയത്. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത്. SDRF ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തരാവശ്യത്തിന് എത്ര രൂപ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. SDRFിൽ നീക്കിയിരിപ്പ് ഉള്ള 677 കോടി രൂപ നിലവിൽ അത് രേഖകളിൽ മാത്രമാണ്, കൈവശം അത്രയും തുക ഇല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് അടിയന്തരാവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാത്തത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിന്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് സംബന്ധിച്ച കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. 677 കോടി രൂപ സംസ്ഥാന ഫണ്ടിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് സംസ്ഥാനത്തിന് അക്കാര്യത്തിൽ ഉറപ്പില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. തുക പാസ്ബുക്കിലുണ്ടാവും, പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും തുക ഉണ്ടാകില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു വിമർശനവും. ഫണ്ടിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരിന് സാവകാശം തേടി. ആദ്യം ആ സാവകാശം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷ വിമർശനമാണ് ഇന്ന് കോടതി ഉന്നയിച്ചത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.